സ്പെഷ്യൽ ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആപ്പ് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെയും ഇനി വരുന്ന JHI JPHN എക്സാമിൻ്റെയും ക്ലാസ്സുകൾക്കായിട്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Which of the following is a characteristic of autism spectrum disorder ASD? Difficulty with social interaction and communication, restricted interest and repetitive behaviors, both A and B, neither A or not nor B. So which of the following is a characteristic of autism spectrum disorder? So ഇവിടെ ഓപ്ഷൻ സി is the correct answer. ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി is the correct answer. ഡിഫിക്കൽട്ടി വിത്ത് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. റെസ്ട്രിക്റ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് ഇത് രണ്ടും വരുന്നുണ്ട്. അപ്പൊ യൂഷ്വലി ഈ ഒരു ഓട്ടിസം ഉണ്ടാകുന്നത് ചൈൽഡ്ഹുഡിലാണ്. അപ്പൊ എന്താണ് യൂഷ്വലി നിങ്ങൾക്ക് അറിയാം 3 മാസത്തില് എന്തുണ്ടാവും, സോഷ്യൽ സ്മൈൽ ഉണ്ടാവും. പക്ഷെ ഈ കുട്ടികൾക്ക് സോഷ്യൽ സ്മൈൽ ഉണ്ടാകത്തില്ല. ഒരു 1 year ആകുമ്പോഴത്തേക്കും സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഡെവലപ്മെന്റൽ ഡിലേസ് വരും, ഒരുപാട് ഡെവലപ്മെന്റൽ ഡിലേസ് വരും. സോ ഇറ്റ്സ് എ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി പ്രോബ്ലംസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ. സോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി പ്രോബ്ലംസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ. സോ നീഡ് റൈറ്റ് സപ്പോർട്ട്. ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് റൈറ്റ് സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ മതി. റൈറ്റ് സപ്പോർട്ട് അറ്റ് റൈറ്റ് ടൈം. ഇപ്പൊ ഇയർലി ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഈസ് ദ ഫസ്റ്റ് ചോയ്സ്. സോ നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെയുള്ളവര് പിന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ളവര് എന്താണ് ഞാൻ പറഞ്ഞു, വിത്ത് പ്രോബ്ലം വിത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ, നീഡ് റൈറ്റ് സപ്പോർട്ട് അറ്റ് റൈറ്റ് ടൈം, ഡിലേഡ് ഓർ ലാക്ക് ഓഫ് സ്പീച്ച് ഉണ്ടാവും, റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് ഓഫ് ആംസ് ആൻഡ് ഹെഡ്സ്. അപ്പൊ നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും, ചെറുപ്പകാലത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയായിരിക്കും? ഡിലേഡ് സ്പീച്ച് ആയിരിക്കും. അതുപോലെ എല്ലാം റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് ഓഫ് ആംസിൽ മൂവ്മെന്റ് ഉണ്ടാവും, അല്ലെ ഹെഡ് മൂവ്മെന്റ്സ് ഉണ്ടാവും. ഇമ്പയർഡ് സോഷ്യൽ സ്കിൽസ് ഇമ്പയർഡ് ആയിരിക്കും. ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്. സോ ഹൗ വി ക്യാൻ ഇയർലി ഡയഗ്നോസ് ASD? സോ കുട്ടികളിൽ ഡെവലപ്മെന്റൽ ഡിലേസ് ഒക്കെ ഡിലേഡ് ആയിരിക്കും. അതുപോലെ മൂവ്മെന്റ് ഓഫ് ദ ആംസ് ആൻഡ് ഹെഡ്, സോഷ്യൽ സ്കില്ല് കുറവായിരിക്കും, ഐ കോണ്ടാക്ട് കുറവായിരിക്കും. So we'll move to the next question. Which of the following is a characteristic of neuroleptic malignant syndrome? High fever, muscle rigidity, altered mental status, all of the above. സോ ഇത് എല്ലാവർക്കും ഒരു ഇത് ശരിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദി എബവ് ആണ്. സോ ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം, ഹൈ ഫീവർ, മസിൽ റിജിഡിറ്റി, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. സോ ഇറ്റ് ഈസ് എ റയർ ലൈഫ് ത്രെറ്റനിങ് റിയാക്ഷൻ ടു ആന്റിസൈക്കോട്ടിക്സ്. സോ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്, അതായത് ആദ്യകാലത്ത് യൂസ് ചെയ്തിരുന്ന ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്, നൗ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. അപ്പൊ ആന്റിസൈക്കോട്ടിക്സിലുള്ള റയർ ലൈഫ് ത്രെറ്റനിങ് റിയാക്ഷൻ ടു പർട്ടിക്കുലർ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ക്ലോർപ്രമാസിൻ,
So what are the typical antipsychotics may cause malignant NMS, neuroleptic malignant syndrome? That is first one, chlorpromazine. First antipsychotics, chlorpromazine. Then haloperidol. Examples are haloperidol. So these two antipsychotics may cause neuroleptic malignant syndrome. അപ്പോൾ there will be high fever, stiffness, altered mental status. ഈ പറഞ്ഞ എല്ലാം ഉണ്ടാവും. Stiffness, high fever, altered mental status, BP will be high, respiratory rate will be high, and there will be profuse sweating. Always patient will be sweat, and patient may go to the coma stage and death. So it is a medical emergency, psychiatric emergency. Next question: which of the following is a side effect of electroconvulsive therapy? Memory loss, confusion, headache, all of the above. Yes, option D is the correct answer. All of the above ആണ്. So memory loss will be there, and confusion, headache, all of the above. So what are the main contraindication? Absolute contraindication of ECT is increased ICP, intracranial pressure. That is the absolute contraindication of ECT. What are the relative contraindications? Oh, എന്താ പറയാ, CVD, coronary vascular diseases, hypertension, severe hypertension, aneurysm, arrhythmia, അതുപോലെ CVA, cerebrovascular accidents, ഇപ്പോൾ റീസെന്റ് സ്ട്രോക്ക് കഴിഞ്ഞവരില്, അല്ലെങ്കിൽ എന്താ പറയാ എപ്പിലെപ്റ്റിക് ആയവര്, അതുപോലെ ഇൻട്രാക്രാനിയൽ സ്പേസ് ഒക്യുപ്പയിങ് ലീഷൻ, ICSOL, ഇൻട്രാക്രാനിയൽ സ്പേസ് ഒക്യുപ്പയിങ് ലീഷൻ, ബ്രെയിൻ ട്യൂമേഴ്സ് ഉള്ളവരില്, അതുപോലെ സിവിയർ പൾമണറി ഡിസീസ്, ന്യൂമോണിയ, ആസ്തമ, TB, ഇതൊക്കെ ഉള്ളവരിൽ റിലേറ്റീവ് ആയിട്ടുള്ള contraindication ആണ്. Absolute contraindication, increased ICP. Indications of ECT. Major depression is the major depression. You know, depressive patients, 15% of the depressive patients will suicide in their lifetime. So we can save the life of the patient with ECT. We can save the life of the patient. 15% of the 15% ആളുകൾ സൂയിസൈഡിൽ അവരുടെ ലൈഫ് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 15% നമുക്ക് ECTയിലൂടെ രക്ഷിക്കാൻ പറ്റും. അതുപോലെ സൈക്കോട്ടിക് ഡിപ്രഷൻ, സ്കീസോ അഫക്റ്റീവ് ഡിസോർഡർ, സ്കിസോഫ്രീനിയ, മാനിയ, പാർക്കിൻസൺസ്, എസ്പെഷ്യലി കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ is the main indication of ECT. അപ്പൊ നമ്മൾ ഗ്രാൻഡ് സീഷർ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഗ്രാൻഡ് സീഷർ, അതായത് ടോണിക് ക്ലോണിക് സീഷേഴ്സ് ആണ്. ടോണിക് സീഷേഴ്സ് ലാസ്റ്റ് 10 to 15 സെക്കൻഡ്. ടോണിക് സീഷർ ലാസ്റ്റ് 10 to 15 സെക്കൻഡ്. ക്ലോണിക് ആണെങ്കിലോ ക്ലോണിക് 30 to 60 സെക്കൻഡ്. സോ ഗ്രാൻഡ് സീഷർ ഇൻഡ്യൂസ് ചെയ്യുന്നു. ടോണിക് ക്ലോണിക് ആണ്. ടോണിക് 10 to 15 സെക്കൻഡ്, ക്ലോണിക് 30 to 60 സെക്കൻഡ്. So we can save the life of the patient. 15% of the patient, there may be a chance of suicide. അതായത് 100 ഡിപ്രസീവ് പേഷ്യൻസിൽ 15 പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 15 പേരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ECTയിലൂടെ. സോ വാട്ട് ആർ ദ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോ എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്തായാലും ചോദിക്കും. ഇന്ന് എടുത്ത ക്ലാസ്സിൽ നിന്ന് എന്തായാലും ഒരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സാമിന്. On the belief that there is no one best way to teach the students. There is no one best way to teach the students the content and the context. Perennialism, eclecticism, essentialism, progressivism. ഇത് നമ്മൾ അധികം കാണാൻ സാധാരണ റിയലിസം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് എന്താണ് ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷെ
അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇട്ടത്. അതായത് ഇത് പറയുന്നതെന്ന് വെച്ചാല് പ്രത്യേകിച്ച് എയും സിയും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എക്ലക്റ്റിസിസം ആണ്. എക്ലക്റ്റിസിസം അതാണ് കറക്റ്റ് ആൻസർ. അതായത് ഇവിടെ ഒരു പ്രത്യേക ഒരു സംഭവമൊന്നുമില്ല. അതായത് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കണം അല്ലെ. ദർ ഇസ് നോ വൺ ബെസ്റ്റ് വേ. അതായത് ഒരു രീതിയിൽ തന്നെ ഇപ്പം ഐഡിയലിസം ഒക്കെ പറഞ്ഞാല് ഇപ്പോ എന്താണ്, ഗോഡ് ഈസ് ദ സുപ്രീം പവർ എന്നൊക്കെ പറയും. ഇപ്പോ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഗാന്ധിജി ഒക്കെ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക വേ ഒന്നും ഇല്ല. അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സൈക്കോളജിസ്റ്റ് വരികയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ എഴുതാം. സൈക്കോളജിസ്റ്റ് പല രീതിയിലുള്ള പേഷ്യൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊടുക്കുക. അതുപോലെ വാക്കിംഗ്, രാവിലെ മോർണിംഗ് വാക്കിംഗ് 30 മിനിറ്റ്സ് വാക്കിംഗ് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡീപ്പ് ബ്രീത്തിങ് കൊടുക്കാം. അപ്പൊ അതിന് പ്രത്യേക ഒരു വേ ഒന്നുമില്ല. അതാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇലക്ട്രിസിസം. സോ ലാംഗ്വേജ് ലേണിംഗ്, ടീച്ചിങ്, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. വേരിയസ് അപ്രോച്ചസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ഓഫ് ലേണേഴ്സ്. സോ എക്ലക്റ്റിസിസം, learn various approaches depends ability of learners. So eclecticism, various approaches depends ability of learners. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി what is essentialism? Philosophy believes that children should learn traditional basic subject. അപ്പൊ അവർ പറയും എസെൻഷ്യൽ ആയിട്ട് ട്രഡീഷണൽ, ആ പേര് തന്നെ ഉണ്ടല്ലോ, എസെൻഷ്യൽ ആണ്. ട്രഡീഷണൽ സബ്ജക്ട് പഠിക്കണം അല്ലെ. ട്രഡീഷണൽ സബ്ജക്ട്സ്, സ്റ്റുഡൻറ് ഷുഡ് ലേൺ ട്രഡീഷണൽ സബ്ജക്ട്സ്. അതായത് ബേസിക് എഡ്യൂക്കേഷൻ വേണം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു 5th ക്ലാസ് തൊട്ട് ട്രാഫിക്കിന്റെ നിയമങ്ങൾ, ഇപ്പൊ നമ്മുടെ അല്ലെ എത്രയോ അപകടങ്ങൾ നമ്മുടെ റോഡുകളിൽ നടക്കുന്നു അല്ലെ. ഒരു ട്രാഫിക് നമുക്ക് പല ആളുകളും ഡ്രൈവ് ചെയ്യുന്നത് ഒന്നും നോക്കാതെയാണ്. അപ്പൊ ട്രാഫിക്കിന്റെ എഡ്യൂക്കേഷൻ കൊടുക്കാം. അതൊരു ബേസിക് എഡ്യൂക്കേഷൻ ആക്കിയിട്ട് പഠിക്കാം. ദാറ്റ് ഈസ് എസെൻഷ്യൽ. സോ നമുക്ക് കമ്മിങ് ഇയേഴ്സിൽ അങ്ങനെ വരുമെന്ന് വിചാരിക്കാം. ട്രാഫിക് റൂൾ ഷുഡ് ഒബേ ഓൾ. സോ എന്താണ്, 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് എവരി വൺ ഷുഡ് ലേൺ അബൌട്ട് ദ ട്രാഫിക് റൂൾസ് ഓഫ് അവർ കൺട്രി. ദാറ്റ് ഈസ് എ ബേസിക് എഡ്യൂക്കേഷൻ. ഇനി അടുത്തത് പെരനിയലിസം develop students intellectual moral quality. So intellectual or moral quality. So that is perennialism. അതും ട്രഡീഷണൽ ആണ്. ടീച്ച് പ്രിൻസിപ്പിൾസ് നോട്ട് ഫാക്ട്സ്. അപ്പൊ പഠിപ്പിക്കുന്നത് നോട്ട് ഫാക്ട്സ് ആണ്, പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കേണ്ടത്, നോട്ട് ഫാക്ട്സ്. അടുത്ത പ്രോഗ്രസീവിസം, പ്രോഗ്രസ് ആൻഡ് ചേഞ്ച് ഓഫ് ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ. പ്രോഗ്രസീവിസം മീൻസ് പ്രോഗ്രസ്, ആ പേര് തന്നെയുണ്ട് പ്രോഗ്രസ്. അതായത് ചേഞ്ച് വേണം അല്ലെ, എല്ലാത്തിനും ഒരു ചേഞ്ച് വേണം. പ്രോഗ്രസ് ആൻഡ് ചേഞ്ച് fundamental education is needed. So perennialism, intellectual or moral quality, study about the principle, not facts. Eclecticism, psychologist, mindfulness പഠിപ്പിക്കുന്ന ആ ഒരു നിങ്ങൾ വേരിയസ് മെത്തേഡ്സ് ആണ് eclecticism. Essentialism, ട്രഡീഷണൽ സബ്ജക്ട്സിനാണ് കൂടുതൽ കൊടുത്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ, ട്രാഫിക് റൂൾസ് 5th സ്റ്റാൻഡേർഡോട് പഠിക്കണം. പ്രോഗ്രസീവിസം, പ്രോഗ്രസ് ഓർ ചേഞ്ച് ഇസ് മസ്റ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.